നിങ്ങൾ അവിടെ ബോംബിടലോ ആൾക്കാരെ കൊല്ലലോ യുദ്ധമോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒന്നിലും ഇല്ലാത്ത ഇന്ത്യക്കാരനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യം എന്താണ് ഇതിൻ്റെ ഒരു കാര്യം? വൈ ആർ യു പീപ്പിൾ ഡൂയിങ് ദിസ്? നിങ്ങൾക്ക് എന്തു ആവാന്നാണോ? അതാണോ നിങ്ങളുടെ ഒരു നിലപാട്? അതുതന്നെയാണ് നിലപാട്. ഇപ്പോൾ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കക്കാരൻ്റെ പുറത്ത് വിട്ട പീറ്റ് ഹെഗ്സെത്ത് ഉണ്ടല്ലോ, ഒരു സെക്രട്ടറി ഓഫ് വാർ, പുള്ളിക്കാരൻ വന്നിട്ട് ഒരു വീഡിയോ പുറത്ത് വിടുകയാണ്. ശ്രീലങ്കൻ്റെ അടുത്ത് വെച്ചിട്ട്, ഇന്ത്യൻ ഓഷ്യനിൽ വെച്ചിട്ട് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഒരു ന്യൂക്ലിയർ പവർഡ് സബ്മറീനിൽ നിന്നും ഒരു ടോർപിഡോ വിട്ടിട്ട് ഒരു വാർഷിപ്പ്, ഇറാൻ്റെ ഐറിസ് ഡീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർഷിപ്പിനെ തകർത്തിരിക്കുന്നു. ഫൂട്ടേജ് കണ്ടോ, ഞങ്ങളുടെ പവർ കണ്ടടാ എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇറാൻ്റെ ഷിപ്പ് എന്താണെന്ന്, ഇവിടെ കാര്യം, ഇന്ത്യൻ ഓഷ്യനിലെ കാര്യം, അവരെന്തെങ്കിലും വേറെന്തെങ്കിലും വന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇത് ഇന്ത്യക്കാർ നടത്തുന്ന ഒരു നേവൽ എക്സസൈസിന് വേണ്ടിയിട്ട് ഇറാൻകാർ അവരുടെ ഈ ഒരു വാർഷിപ്പ് എടുത്തിട്ട് നേരെ വന്നിരിക്കുന്നതാ. അവർ നമ്മുടെ പ്രസിഡൻറ്റ് പങ്കെടുത്ത ഒരു ഇതിൽ അവർ മാർച്ച് പാസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടായി. അവർ ഇന്ത്യക്കാർ നേവിക്കാരുടെ പോസ്റ്റൊക്കെ ഉണ്ട്, വെൽക്കം ഇറാനിയൻ നേവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റും ഉണ്ട്. സോ വിശാഖപട്ടണത്തിൽ വെച്ചിട്ട് 180 ആൾക്കാർ, സെയിലേഴ്സ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പങ്കെടുത്ത ഒരു ജോയിൻറ്റ് നേവൽ എക്സസൈസിന് വന്നതാണ് ഇന്ത്യക്കാർ ക്ഷണിച്ചിട്ട്. അപ്പോൾ അതിനിപ്പോൾ എന്താ, ഇതൊരു യുദ്ധത്തിൻ്റെ സമയമല്ലേ? ഇവിടെ ഇങ്ങനെ നിയമവും മറ്റേ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് നിയമമൊക്കെ നോക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ വാട്ടേഴ്സിൻ്റെ പുറത്താണല്ലോ, ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൻ്റെ പുറത്താണല്ലോ എന്നൊക്കെ കുറേ പേര് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സംഭവം അതൊരു കാര്യം തന്നെയാണ്. കാരണം യുദ്ധമല്ലേ, അവിടെ ആൾക്കാർ സ്കൂൾ വരെ ബോംബിട്ട് പിള്ളേരെ കൊല്ലുന്നു. പിന്നെയാണ് ഇപ്പോൾ ഇത് എന്ന് നിങ്ങൾക്ക് തോന്നായാലും തെറ്റൊന്നുമില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു പോളിസിയാണ്. അത് നമ്മുടെ ഒരു ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് വി ഷുഡ് കൺട്രോൾ ഇറ്റ്. നമ്മളുടെ ഇൻഫ്ലുവൻസ് അവിടെ എപ്പോഴും വേണം. ആരെങ്കിലും വന്ന് ഒരു സബ്മറൈൻ കൊണ്ടുവന്നിട്ട് ഈ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ വേറെ ആർക്കൊക്കെ വരാം, ഇപ്പോൾ ചൈനയ്ക്ക് വരാം, ഈ പാകിസ്ഥാൻ സബ്മറൈൻ ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയുള്ള നമ്മുടെ ശത്രുള്ള രാജ്യങ്ങൾക്കും ഇവിടെ വന്നിട്ട് നൈസായിട്ട് ഒരു മിഷൻ ചെയ്ത് പോകാമല്ലോ. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തൊരു സ്ഥലമാണോ ഇന്ത്യൻ ഓഷ്യൻ? അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറേ പേര് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇനി ഇങ്ങനെ ഒരു സിനാരിയോ വിചാരിക്കുക, പസഫിക്കിൽ നമ്മുടെ ശത്രുവിൻ്റെ ഒരു കപ്പൽ അവിടെ ഉണ്ട്. ഇന്ത്യക്കാർക്ക് നേരെ ഒരു സബ്മറീൻ, അമേരിക്കക്കാരുടെ അടുത്തൊന്നും പറയാണ്ട് ഒരു സബ്മറീൻ കൊണ്ട് അമേരിക്കേൻ്റെ അടുത്തുള്ള പസഫിക്കിൽ പോയിട്ട് ഇങ്ങനെ ആ കപ്പലിനെ തകർത്തിട്ട് തിരിച്ചു വരാൻ ഇവർ സമ്മതിക്കുമോ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യുക, നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്ന അവർ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോഴല്ല, എപ്പോഴും കാണുന്നത് ഈ ഒരു കാര്യം മാത്രം.